ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ജിയോമെട്രീനെ ബേസ് ചെയ്തിട്ട് SSC CGL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഒരു രണ്ട് കോഡിൻ്റെ പേര് ABCD. ഇത് സർക്കിൾ വിത്ത് സെൻറ്റർ O ആണ്. അതിൽ രണ്ട് കോഡാണ് ABCD. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് P ആണ്. ആംഗിൾ APC തന്നിട്ടുണ്ട്, AOD തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട BOC ആണ്. അപ്പോൾ ആദ്യമേ തന്നെ ജസ്റ്റ് നമുക്ക് ലൈൻസ് വരച്ചിടാം. ഓക്കെ, ഇത് ആദ്യത്തെ കോഡ് AB, ഇത് രണ്ടാമത്തെ കോഡ് CD, ABCD. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് P ആണ്. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എത്രയാണ്? P ആണ്. ഓക്കെ, APC തന്നിട്ടുണ്ട് 95. APC എന്ന് പറയുന്നത് എത്രയാണ്? 95. ദെൻ തന്നിട്ടുള്ള അടുത്ത വാല്യൂ ആണ് AOD. ഞാനത് വരച്ചേക്കാം. AOD 110 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. 110 എന്ന് പറഞ്ഞു. 110. ഇനി നമുക്ക് അറിയാവുന്ന കേസാണ്. ഇപ്പോൾ AD എന്ന് പറയുന്ന രണ്ട് പോയിന്റ്. ഓക്കെ, AD ഈ പോയിന്റിൽ നിന്ന് സർക്കിളിൻ്റെ സെൻറ്ററിൽ വരയ്ക്കുന്ന ആംഗിളിൻ്റെ നേരെ പകുതിയായിരിക്കും അത് സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്നത്. ഇത് 110 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 55 ആയിരിക്കും. അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ ആ AD എന്ന് പറയുന്ന കോഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 55. ഓക്കെ, ദെൻ ഇത് 55, ഇത് 95 ആണെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ ACP നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാംഗിൾ 95, മറ്റത് 55, പിന്നെ ഒരാംഗിൾ കൂടിയുണ്ട്. തമ്മിൽ കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും 150 കിട്ടണം അല്ലേ? സോ ഇത് 150, ഇത് X, ഇത് 150. എത്ര വരും? 130 എന്ന് പറഞ്ഞത്. 30 എന്ന് പറഞ്ഞത്. എക്സിൻ്റെ വാല്യൂ എത്ര വരും? 30 എന്ന് പറഞ്ഞിട്ട്. ഇത് 30 എന്ന് പറഞ്ഞിട്ട്. ഞാനിത് എന്തിനാണിത് 30 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചതെന്ന് ഡൗട്ട് ഉണ്ടാവും. നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത് BOC കണ്ടുപിടിക്കാനാണ്. BOC. ഓക്കെ, ഞാൻ വേറൊരു കളർ വെച്ച് വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ BOC. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കത്തിട്ടുണ്ടാവും. കാരണം ഈ ഒരു BOC എന്ന് പറയുന്നത് BC എന്ന് പറയുന്ന പോയിന്റ്, അല്ലെങ്കിൽ BC എന്നൊരു കോഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഇതേ BC തന്നെ സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഈ ഒരു 30. അതപ്പോൾ സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇത് എത്ര വരും? ഇത് 60 വരും. സോ 60 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.